ഈ തെരഞ്ഞെടുപ്പിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടാണെന്നും സമ്മർദ്ദശക്തിയാകില്ലെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അറിയിച്ചു. സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് ലാഭങ്ങൾ കൊയ്യുന്ന വിധം ഒരു നിലപാടും സ്വീകരിക്കില്ല. സഭ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വിവേകപൂർവ്വം വിലയിരുത്തി വോട്ട് ചെയ്യാനുള്ള പ്രാപ്തി സഭാമക്കൾക്കുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി വിഭാഗക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദ ശക്തിയാകുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല. ജനാധിപത്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ജനാധിപത്യ മൂല്യവും മതേതരത്വവും സംരക്ഷിക്കുന്നവർ ജയിച്ചു വരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വവും സംരക്ഷിക്കുന്നവർ ജയിച്ചു വരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം പ്രതിസന്ധികളിൽ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കണമെന്നും പറഞ്ഞ് ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യാക്കോബായ സഭ. പ്രതിസന്ധികളിൽ സഭയെ സഹായിച്ചവരെ കരുതുവാനും തിരിച്ചു സഹായിക്കുവാനുമുള്ള ഉത്തരവാദിത്തമുണ്ടെന്നാണ് വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിൽ മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് ഗ്രിഗോറിയോസ് തിരുമേനി അറിയിച്ചത്. പുത്തൻകുരിശിൽ വെച്ച് സഭയുടെ അസ്തിത്വം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മലങ്കര മെത്രാപ്പോലീത്ത നിലപാട് വ്യക്തമാക്കിയതത്രേ. സഭാതർക്കം പരിഹരിക്കുന്നതിൽ LDF-ൽ നിന്ന് ലഭിച്ച ഉറപ്പും അതിലെ പ്രത്യാശയും സന്ദേശത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രിഗോറിയോസ് തിരുമേനി സത്യം വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ പേരിൽ വേഷമിട്ട് നടക്കുന്നവരാണല്ലോ. സർക്കാരിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എങ്ങനെ എന്ത് ലഭിച്ചു എന്നുകൂടി വെളിപ്പെടുത്തണം. പ്രത്യേകിച്ച് മറുവശത്ത് ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഇരിക്കുന്നവരാകുമ്പോൾ അവർ ഏത് രീതിയിൽ സഹായിച്ചുവെന്ന് ഓരോ പൗരനും അറിയാൻ അവകാശമുണ്ട്. എന്തായിരുന്നു ആ സഹായം? സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ അധികാര ദുർവിനിയോഗം ചെയ്തു എന്നതാണോ? അതിന് അധികാരികളെ പ്രേരിപ്പിച്ച അന്തർധാര എന്തായിരുന്നു? അങ്ങനെയെങ്കിൽ അത് അധികാര ദുർവിനിയോഗം മാത്രമല്ല, ഒരു വിഭാഗത്തോടുള്ള പ്രീണനമല്ലേ? ഭരണഘടനാ ലംഘനമല്ലേ? അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതുകൊണ്ട് എന്ത് വഴിവിട്ട സഹായമാണ് ലഭിച്ചതെന്ന് പറയാൻ തിരുമേനിക്കും കേൾക്കാൻ ജനത്തിനും ബാധ്യതയുണ്ട്. അങ്ങനെ സഹായിച്ചുവെങ്കിൽ തീർച്ചയായും നന്ദി കാണിക്കണം. പക്ഷേ അങ്ങനെ നന്ദി കാണിക്കാൻ എത്ര യാക്കോബായക്കാർ തയ്യാറാകും? കാത്തിരുന്നു കാണാം.